അപ്പോൾ ഇന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരാളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എന്താണ് ഞെട്ടിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്കോർ തന്നെയാണ് നിങ്ങൾ കേട്ടാൽ ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ സ്കോർ എന്താണെന്നും ആ സ്കോർ നേടാൻ അദ്ദേഹം പോയ വഴികളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ IELTS എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക കുറേ ടിപ്പുകളാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്ന് ചോദിച്ചറിയാം. അതിന് മുമ്പ് നമുക്ക് ആളാരെന്നറിയാം. അദ്ദേഹത്തിലോട്ട് പോവാം. ഓക്കെ, പേര് പറയാമോ? എന്റെ പേര് ഹന്ന മെർലിൻ ജോൺ എന്നാണ്. ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. IELTS ഡിസംബർ ബാച്ചിലർ സ്റ്റുഡന്റ് ആയിരുന്നു. ഡിസംബർ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. IELTSൽ നിന്നാണ് ഹന്ന വരുന്നത്. ഹന്ന ആഗ്രഹിച്ച സ്കോർ എന്തായിരുന്നു? കിട്ടിയത് എന്തായിരുന്നു? എന്റെ മാക്സിമം എക്സ്പെക്ടേഷൻ വാസ് ഒരു 7 ആയിരുന്നു. 7 ആയിരുന്നു മാക്സിമം. പക്ഷെ അതിന്നൊരു ഓവറോൾ 8 ബാൻഡ് ആണ് കിട്ടിയത്. ഓരോ മോഡ്യൂളിലും ഏതൊക്കെ സ്കോറാന്ന് പറയാം. എനിക്ക് ലിസണിങ്ങിന് 8, റൈറ്റിങ്ങിന് 8, റീഡിങ്ങിന് 8.5, സ്പീക്കിങ്ങിന് 7.5. ഇപ്പോൾ 3 ബാൻഡുകൾ 8 എന്ന സ്കോറിലും സ്പീക്കിംഗ് മാത്രം 7.5. ഇതാണ് നമ്മൾ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് മുന്നിലേക്ക് ടിജൂസിന് പറയാനുള്ളതും. എന്തുകൊണ്ട് ടിജൂസിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ നേടുന്ന അത്രത്തോളം ഡെപ്തായിട്ട് അവർ പഠിച്ച് നേടുന്ന സ്കോർ തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഹന്നലോട്ട് പോകണേ. ഹന്ന, നമുക്ക് ഓരോ മോഡ്യൂൾ വെച്ച് അറിയാം. റീഡിങ് തന്നെ ആദ്യം ചോദിക്കാം. ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നു, കിട്ടത്തില്ല, അത് എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറയുന്നൊരു മോഡ്യൂളാണ് റീഡിങ്. അതെങ്ങനെ 8.5 നേടി? അതിലൊരാളായിരുന്നു ഞാനും. റീഡിങ് എന്നെ കൊണ്ടും നടക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എസ്പെഷ്യലി 40 ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തേക്കുന്ന സെക്ഷൻസും ഒക്കെ ആദ്യം കണ്ടപ്പം ഞാനും വിചാരിച്ചില്ല. 8.5 എന്നൊരു സ്കോർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിലേക്ക് എത്തിയത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്ട്രഗിൾ ചെയ്തു ആദ്യമൊക്കെ. ബട്ട് ദെൻ അഗൈൻ ഒരുപാട് ഗൈഡൻസ് ഉണ്ടായിരുന്നു ട്രെയിനേഴ്സിൻ്റെ അടുത്തുനിന്നും. തരുന്ന മെറ്റീരിയൽസ് അതുപോലത്തെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരുന്നു. അത് വെച്ച് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒറിജിനൽ എക്സാമിൻ്റെ റീഡിങ് വന്നപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല 8.5 എന്നൊരു സ്കോർ എത്താൻ സാധിച്ചു. എല്ലാ ദിവസവും റീഡിങ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? അതെ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതായത് ഒരു ദിവസം ഇപ്പം ഒരു മെറ്റീരിയൽ ചെയ്തു, അടുത്ത ദിവസം ഈവനിങ് എന്തൊക്കെ ചെയ്യുമായിരുന്നു? റീഡിങ് അനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു? ഇനിഷ്യലി കുറേ നാൾ എക്സാമിന് ഒരു 2 ആഴ്ച മുന്നേ വരെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് മിനിമം എല്ലാ മൊഡ്യൂളിൻ്റെയും 2 ഇപ്പം സ്പീക്കിംഗ് ആണെങ്കിൽ 2 ടൈപ്പ് ക്യൂ കാർഡ്, അല്ലെങ്കിൽ എല്ലാ ആണെങ്കിലും 2 മെറ്റീരിയൽ വെച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പക്ഷേ ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും നേരത്തെ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നോ? അതെ, റീഡിങ് ഞാൻ വായിക്കുന്ന ആളാണ്. വായന ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ എക്സാം വരുമ്പോഴത്തേന് ആ വായന കൊണ്ട് പ്രയോജനം, കാരണം ഒരു വേറൊരു പാറ്റേൺ, ടൈം മാനേജ്മെന്റ്, എവിടൊക്കെയായിരുന്നു റീഡിങ്ങിന് സ്ട്രഗിൾ ചെയ്തിരുന്നത്? നമ്മൾ ഫിക്ഷനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. വായിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പേസിനാണ് വായിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ് ആയിരിക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാരഗ്രാഫ് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കും വായിക്കുന്നത്. പക്ഷേ റീഡിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. സ്കിമ്മിങ് ആണ് നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത് പോയിന്റ് ആയിട്ട് വരേണ്ടത്. അതിൽ ഞാൻ വളരെ വീക്കായിരുന്നു. ഇനീഷ്യലി എനിക്ക് സ്കിം ചെയ്ത് വായിക്കാൻ തീരെ ബുദ്ധിമുട്ടാവും. ഓരോ പാരഗ്രാഫ് എടുത്തെടുത്ത് വായിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ഒരുപാട് ടിപ്സ് തന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂട്ടേഴ്സൊക്കെ. ഇവിടെ എങ്ങനെ വായിക്കണം, എങ്ങനെ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത് വായിക്കണം എന്നൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. ടോട്ടലി ഡിഫറെൻറ്റ് റീഡിങ് മെത്തേഡാണ് IELTSന് യൂസ് ചെയ്യുന്നത്. ശരിക്കും റീഡിങ്ങിൻ്റെ ടീം എൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കുറേ മെറ്റീരിയൽസ് തരിക മാത്രമാണോ ചെയ്തത്, അതോ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയായിരുന്നു ആ സ്ട്രക്ചർ? വന്നപ്പോൾ മുതലുള്ളൊരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വന്നപ്പോൾ മുതൽ ഇനിഷ്യലി ഓറിയൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും എവിടേക്കാണ് ഞാൻ മിസ് ഔട്ട് ചെയ്തതെന്ന് എടുത്ത് പറയുണ്ടായിരുന്നു ട്രെയിനേഴ്സ്. ആ ഒരു പ്രോസസ്സ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഓറിയൻറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓറിയൻറ്റേഷൻ ഞാൻ പറയും ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്തൊരു വീക്കാണ് ഓറിയൻറ്റേഷൻ. എന്താണ് IELTS, എങ്ങനെയാണ് IELTS എന്ന് മനസ്സിലാക്കി തരുന്നൊരു വീക്കായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബേസ് സെറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ. മിക്കയിടത്തും ചിലപ്പോൾ 1-2 ദിവസമാണ് ഓറിയന്റേഷൻ ബേസ് വരുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഓറിയന്റേഷൻ, അതിൽ നിന്നെല്ലാം ക്ലിയർ ആയിരുന്നോ? എല്ലാം ക്ലിയർ ആയിരുന്നു. ജസ്റ്റ് തിയറിറ്റിക്കൽ പാർട്ടെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. ആൻഡ് ആപ്ലിക്കേഷൻ പാർട്ടിനെ പറ്റിയും വളരെ നല്ലൊരു അവയർനെസ് നമുക്ക് ആ ട്രെയിനിങ്ങിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ഓറിയൻറ്റേഷൻ വീക്കിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെ അഭിമുഖീകരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാ ഓറിയൻറ്റേഷൻ വീക്കിൽ നിന്ന് കിട്ടി. ഓക്കെ, മൂവിങ് ഓൺ നമ്മുടെ ലിസണിങ്ങിലോട്ട് പോവാം. നേരത്തെ ലിസണിങ് 8 ബാൻഡ്, അതെ, എങ്ങനെ ലിസണിങ് 8 ബാൻഡിലോട്ട് എത്തി, എന്താ പറയുക, എന്തൊക്കെ ചെയ്തു എന്ന് പറയാമോ? ഡെയിലി
അതെ അതെ, ലിസണിങ് ആയിരുന്നു എൻ്റെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്. കാരണം ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത ലിസണിങ്ങിലാണ്. കോൺസെൻട്രേഷൻ സ്പാൻ കുറവാണ്, എനിക്ക് ഫോക്കസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യോഗ സെഷൻസ് ഒക്കെ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലിസണിങ് പ്രോസസ്സേഴ്സ് ഇനീഷ്യലി വളരെ ടൈം എടുത്താണ് ഞാൻ ആ ഒരു ടെക്നിക്കിലേക്ക് വന്നത്. പക്ഷെ അതിനൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരു ആൻസർ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് അതിനെ പോയി കറക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിരുത്തി വിട്ടുപോയെങ്കിൽ വിട്ടുപോകണം, അടുത്ത ആൻസറിലേക്ക് പോകണം, കാരണം ഓഡിയോ ഒരു വട്ടേ പ്ലേ ചെയ്യുള്ളൂ. അങ്ങനെ കുറേ ടിപ്സ് തന്നിട്ട് ആക്റ്റീവ് ലിസണിങ് ഭയങ്കരമായിട്ട് പ്രോഗ്രസീവ് ആക്കി തന്നത് ഇവിടുത്തെ ട്രെയിനേഴ്സാണ്. അതൊരു വളരെ നല്ല പ്രോസസ്സായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ലിസണിങ് കയറാനായിട്ട് പറ്റിയത് അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് റൈറ്റിങ്ങിനോട്ട് പോകണമെങ്കിൽ റൈറ്റിങ്ങിൻ്റെ സ്കോർ പൊതുവെ 8 ബാൻഡ് എന്ന് പറഞ്ഞത് ഇച്ചിരി ടഫായിട്ടുള്ള ഏരിയ. റൈറ്റിംഗ് ശരിക്കും ഒരു ടൈമിനുള്ളിൽ എഴുതി ഇത്രയും വേർഡ് എഴുതുക എന്ന് പറഞ്ഞൊരു ടാസ്ക് തന്നെ. എങ്ങനെ 8 ബാൻഡിലോട്ട് എത്തി റൈറ്റിംഗ്? റൈറ്റിങ്ങും ഈ പറഞ്ഞതുപോലെ തന്നെ സ്ട്രക്ചർലെസ് റൈറ്റിംഗ് ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു ഞാൻ. എഴുതി പോവുക, ഒരുപാട് ഇങ്ങനെ എഴുതി പോവുക എന്നല്ലാതെ അവസാനം ടൈം കിട്ടാതെ വരിക, അതായിരുന്നു എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എക്സാം സ്കൂളിൽ എഴുതുമ്പോൾ തൊട്ടുള്ള ഒരു സ്ട്രഗിൾ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ എസ്സേ സ്ട്രക്ചറൈസ്ഡ് ആയിട്ട് എഴുതണം എന്ന് ട്രെയിനേഴ്സ് പഠിപ്പിച്ചു തന്നു. അതായത് ഒരു പാരഗ്രാഫ് എങ്ങനെ പാരഗ്രാഫായിട്ട് അതിനെ തിരിക്കണം, ഓരോ പാരഗ്രാഫിൻ്റെ ഓരോ സെൻറ്റൻസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണം, ഓരോ പാരഗ്രാഫ് എങ്ങനെ കണക്ട് ചെയ്യണം, അതിനുള്ള ഈവൻ വൊക്കാബുലറി പോലും നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനോ ഒരു സ്ട്രഗിളോ ഉണ്ടായിരുന്നില്ല എക്സാം എഴുതുമ്പോൾ ടൈം കീപ്പ് ചെയ്യാനാണെങ്കിൽ പോലും. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ശരിക്കും ആ സ്ട്രക്ചർ വൈസ് ഓരോ സെന്റൻസ് വൈസ് എടുത്ത് പറഞ്ഞ് വൊക്കാബ്സ് ഉൾപ്പെടെ നമ്മുടെ ഡീറ്റെയിൽ ട്രെയിനിങ് വരുമ്പം ഒരു സാധാരണക്കാരനും അത് എഴുതാൻ പറ്റും. കാരണം കുറച്ച് പേർക്ക് ഒരു മനസ്സിലൊരിതുണ്ട്, ഇത്രയും വലിയൊരു എസ്സേ എങ്ങനെ എഴുതി തീർക്കും, ഒരു വലിയ ടാസ്ക് അത്. അപ്പൊ ശരിക്കും അവർക്ക് അത് ഈസി ആയിട്ട് പറ്റും എന്നല്ലേ പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഒരു പാരഗ്രാഫ് തുടങ്ങണമെങ്കിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതിന് തന്നെ ഒരു 2-3 മിനിറ്റ് പോകുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ടു എംബാർക്ക് ഓൺ അതേപോലെയുള്ള പല ഫ്രേസസ് പഠിപ്പിച്ച് തന്ന് അതിൽ കോൺഫിഡൻ്റ് ആക്കിയത് ഇവിടുത്തെ ട്രെയിനേഴ്സാണ്. അതിൽ ഒരുപാട് താങ്ക്ഫുൾ ആണ്. ഓക്കെ, മൂവിയുണ്ട്. നമ്മുടെ മൂന്നാമത്തെ മോഡലിലോട്ട് പോവാം. സ്പീക്കിംഗ് ആണ് നമ്മുടെ 4ാമത്തെ സെഷൻ. നമ്മൾ സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് ശരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നല്ലേ മാറ്റങ്ങളിലേക്ക് വരുന്നത്? അപ്പൊ ശരിക്കും എങ്ങനെയായിരുന്നു ആ ജേർണി സ്പീക്കിംഗ്? ഇനിഷ്യലി സ്പീക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് 2 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഒരു ക്യൂ കാർഡ് തരുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിനേഴ്സ് എങ്ങനെ തോട്ട് പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യാം, ഒരു ക്യൂ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെ അതിനെ പോയിന്റ് വൈസ് തോട്ട് പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യാം, അതിനെങ്ങനെ മാക്സിമം നല്ല വൊക്കാബുലറി കൊടുത്തുകൊണ്ട് പറയാം എന്നുള്ള ടിപ്സ് തന്നത്. അതിനുശേഷം 2 മിനിറ്റ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ എക്സീഡ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ അതെങ്ങനെ എക്സീഡ് ചെയ്യാതെ ലിമിറ്റ് ചെയ്ത് സംസാരിക്കാം, അങ്ങനെയുള്ള ടിപ്സ് പിന്നെ തരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഒരു പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജിലും നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു സെൽഫ് കറക്ഷൻ എൻ്റെ ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു. സോ ട്രെയിനേഴ്സ് സെൽഫ് കറക്ഷൻ ചെയ്യാതെ, ഇൻ കേസ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, ബാക്കിലേക്ക് പോയി കറക്റ്റ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് ഫ്ലുവൻസി ബ്രേക്ക് ആവാതെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നായിരുന്നു. ആൻഡ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ? നമ്മൾ 4 മോഡലിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത് ഫുൾ ടീമിനെ കുറിച്ച്, ടിജൂസിന്റെ മൊത്തം ട്രെയിനേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഏത് സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതിപ്പം ഈവൻ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ഇൻ കേസ് ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ അവർ ഓൾവേസ് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽ എടുക്കാനുള്ളൊരു ആക്സസിബിലിറ്റിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. മെറ്റീരിയൽ എടുക്കുക, പഠിക്കുക, തരുന്ന മെറ്റീരിയലിനേക്കാളും വേറെ മെറ്റീരിയൽ എടുത്ത് പഠിക്കാനുള്ളൊരു ആക്സസിബിലിറ്റി, അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ട്രെയിനേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലിസണിങ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ബെച്ചി മാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് സ്പീക്കിങ്ങിനൊക്കെ ഒരുപാട് ടിപ്സ് ബെച്ചി മാം തന്നിട്ടുണ്ട്. അഖില റീഡിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ ഫോക്കസ് എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് റീഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഖില ഹെൽപ്പ് ചെയ്തു. ലെനിനാണെങ്കിലും സ്റ്റാൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ എല്ലാ കാര്യത്തിലും അവർക്ക് പറ്റുന്ന ടിപ്സ് എനിക്ക് തന്ന് അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ ഒരു മാസം ഫുള്ളി എക്യുപ്ഡ് ആക്കിയത് ഇവിടുത്തെ ട്രെയിനിങ് ടീമാണ്. ആൻഡ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ടീച്ചേഴ്സിൻ്റെ, വലിയ ഈ ഒരു ക്രൂവിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് കുട്ടികൾ നടക്കില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇത് റീഡിങ് ടഫാണ്, റൈറ്റ് ചെയ്യാൻ പറ്റില്ല, വേർഡ് കിട്ടില്ല, പ്രൊനൗൺസിയേഷൻ ഓക്കെ അല്ല, ലിസണിങ്ങിൻ്റെ എബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് IELTS മാറ്റി വെച്ചിരിക്കുക. അവരോട്
ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ പറയാനുള്ളത് പറയാം. നിങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് വേണ്ടത് ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് ആണ്. അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ഈ കാര്യത്തിലാണ് പേടിച്ച് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, എങ്ങനെ എനിക്ക് ബേസ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഗ്രാമർ ശരിയല്ല, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ സാർ ഇവിടെ കോമൺ ഗ്രാമർ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഫ്രം ദ ബേസ് ഗ്രാമർ ഉറപ്പിക്കുന്ന ഒരു കുറേ സെഷൻസ് ആണത്. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ടീച്ചേഴ്സ് വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ് ഇൻ മൈ ഒപ്പീനിയൻ. ഇതിനോട് കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അടപ്പ് ചെയ്യുക. ഗ്രാമർ സെഷൻ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ? അതെ. അവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ ടിജൂസിന്റെ ഗ്രാമർ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എന്ത് തോന്നി? ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നി. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നും അന്ന് കിട്ടിയ ഗ്രാമർ സെഷൻസ് ഒരു ബേസ് അല്ലായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നി. കാരണം ഇനീഷ്യലി സാറിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സിന് ഒരു 10 സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചത് ഓക്കെ ഐ ക്യാൻ 10 കിട്ടും, ഇറ്റ്സ് ഫൈൻ, അങ്ങനെയൊക്കെ. കാരണം സിമ്പിൾ സെൻറ്റൻസസ് ആണെന്ന് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു ഇനീഷ്യലി എനിക്ക് തോന്നുന്നു ഒരു 5 എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്രാമറിൻ്റെ ഒരു ബേസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാം. കുറച്ചേറെ കുട്ടികൾ ആലോചിക്കുന്നു ടിജൂസിൻ്റെ എന്താ പറയണ്ടേ ഫീസിനെ കുറിച്ച്. കുറച്ച് പേര് വിളിക്കുമ്പോൾ അവിടെ ഒരു കൺസേൺ ഉണ്ട്, ഇത് കൂടുതലാണോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കുന്ന കൺസേൺ ഉള്ളവരോട് എന്താ പറയാനുള്ളത്? വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഒരുപാട് റിസർച്ച് ഇതിൽ നടത്തിയിട്ടാണ് ജോയിൻ ചെയ്തത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു റീസണബിൾ ആൻഡ് വെരി അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് വർത്ത് ഇറ്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ആ ഫീസ് നമുക്ക് നമ്മുടെ റിസൾട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് എൻ്റെ അനുഭവം. അത് തന്നെ, ഈ റിസൾട്ട് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ആൻസർ. ടിജൂസ് അക്കാഡമിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം: 8 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കോറിൽ എത്തുക, അല്ലെ അതിന് മുകളിലോട്ട് എത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതപ്പോൾ അത്രയും മെറ്റീരിയൽസ് ഉൾപ്പെടെ ട്രെയിനിങ് ഉൾപ്പെടെ നല്ല എഫക്റ്റീവ് ആയാൽ മാത്രമേ ആ സ്കോറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഇന്നിവിടെ നമുക്ക് മുമ്പിൽ ഒരാൾ ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്കോർ നിങ്ങൾ കേട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടിക്കാണും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതേപോലെ നിങ്ങൾക്കും ഒരു ലൈവിൽ എത്തണം, ജോയിൻ ചെയ്യണം, ഇതേപോലെ സംസാരിക്കണം. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് സാധിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒരിക്കലും കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുകൾ പല കുറവുകൾ ഉണ്ടെന്നോ ഉള്ള ചിന്തയിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം നിങ്ങളിലേക്ക് തരാനായിട്ട് ഞങ്ങൾ ടീം തയ്യാറാണ്. എന്താ പറയണ്ടേ, ഉറപ്പാണ് വിജയം എന്നുള്ള ടാഗ് ലൈൻ, അത് മാക്സിമം നീതി പുലർത്താനാണ് ടിജൂസ് അക്കാഡമി എന്താ പറയണ്ടേ ഇത്രയും നാളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ടെസ്റ്റിമോണിയൽസും. അപ്പോൾ ആ റിസൾട്ട് തന്നെ ഇനിയും ഒരുപാട് റിസൾട്ടുമായിട്ട് ടിജൂസ് അക്കാഡമിക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ സെഷൻ നമ്മൾ എന്ത് പറയുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു.